ഹീറോൻ്റെ പുതിയ എക്സ്പൾസ് അവരിപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീറോൻ്റെ ഡെക്കാർ എഡിഷൻ എക്സ്പൾസ് ആണ്. ഇതൊരു ലിമിറ്റഡ് എഡിഷൻ മോഡലാണ്. കുറച്ച് യൂണിറ്റ് മാത്രമായിരിക്കും അവർ കൊണ്ടുവരാൻ പോകുന്നത്. എക്സ്പൾസിൻ്റെ റാലി പ്രോ വെച്ച് നോക്കുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും ഈ ഒരു ബൈക്കിന് വന്നിട്ടില്ല. മെയിനായിട്ട് വന്ന മാറ്റം ആ ഒരു കളർ സ്കീം മാത്രമാണ്. ഡെക്കാർ ഇൻസ്പയർ ആയിട്ടുള്ള കുറച്ച് സ്റ്റിക്കർ കട്ടിങ് ആഡ് ചെയ്തിട്ടുണ്ട് എന്നല്ലാണ്ട് വേറെ വണ്ടിക്ക് ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ആദ്യം എക്സ്പൾസ് വരുമ്പോൾ BS4 വേർഷൻ ആയിരുന്നു, 2V മോഡൽ. പിന്നെ BS6 ആയി, പിന്നെ 4 വാൽവ് ആയി, പിന്നെ OBD2 എക്സ്പൾസ് വന്നു. എക്സ്പൾസിൻ്റെ റാലി കിറ്റും കൊടുത്തതാണ്. റാലി കിറ്റ് നല്ല ഡിമാൻഡ് വന്നുകൊണ്ട് റാലി പ്രോ ആയിട്ട് അവർ ലോഞ്ച് ചെയ്തു. ഇപ്പോൾ അവർ കൊണ്ടുവന്നത് ഒരു ലിമിറ്റഡ് എഡിഷൻ ആയിട്ടുള്ള ഡെക്കാർ ഇൻസ്പയർ ആയിട്ടുള്ള ഒരു മോഡലാണ്. നിലവിലെ റാലി പ്രോ വെച്ച് നോക്കുമ്പോൾ ഒരു 3000 രൂപയാണ് ഈ ഒരു ബൈക്കിന് കൂടുന്നത്. 1,67,000 രൂപയാണ് വണ്ടീൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ആയിട്ട് ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത്. പഴയ എക്സ്പൾസിൻ്റെ സെയിം എഞ്ചിൻ തന്നെയാണ്. 199cc സിംഗിൾ സിലിണ്ടർ 4 സ്റ്റോക്ക് 4 വാൽവ് ഓയിൽ കൂൾ എഞ്ചിനാണ്. ഫ്രണ്ടിലെ ടെലിസ്കോപ്പി ഫോർക്കാണ്. 250 mm ട്രാവൽ ചെയ്യുന്ന ഷോക്കാണ്. ഗ്രൗണ്ട് ക്ലിയറൻസ് 270 mm ആണ്. ബാക്കി എല്ലാ കാര്യങ്ങളും നമ്മളെ പഴയ എക്സ്പൾസിൻ്റെ റാലി പ്രോയിൽ കണ്ടിട്ടുള്ള സെയിം കാര്യങ്ങൾ തന്നെയാണ്. ഈ ഒരു ഡെക്കാർ റാലി എഡിഷൻ മോഡൽ വേർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റഡ് എഡിഷൻ മോഡൽ വേണം, റോഡിൽ കുറച്ചും കൂടി റോഡ് പ്രസൻസ് കിട്ടാനുള്ള മോഡൽ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ബൈക്ക് എടുക്കുന്നതിന് വലിയ പ്രശ്നമൊന്നുമില്ല. ഇനി ഒരു ഡെക്കാർ എഡിഷൻ്റെ ബുക്കിംഗ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 3,000 rupees വണ്ടിക്ക് കൂടുതലാണ്. അപ്പോൾ ഇപ്പം ബുക്ക് ചെയ്താൽ അടുത്ത മാസം തന്നെ വണ്ടി ഡെലിവറി ഉണ്ടാവും. കുറച്ച് ടൈം പീരീഡിൽ കുറച്ച് നമ്പേഴ്സ് മാത്രമായിരിക്കും അവർ ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. അത് കഴിഞ്ഞാൽ വണ്ടീൻ്റെ ആ ഒരു സ്റ്റോക്ക് ഔട്ട് ആവും. എക്സ്പൾസിൻ്റെ പുതിയൊരു അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള വേർഷൻ വരാനുണ്ട്. 2025 ജനുവരി ടു ഫെബ്രുവരി തന്നെ വണ്ടി ലോഞ്ച് ചെയ്യും. കരിസ്മ XMR കൊടുത്ത സെയിം എഞ്ചിൻ അവർ മാറ്റിയിട്ട് എക്സ്പൾസിന് കൊടുത്ത് പുതിയ എക്സ്പൾസ് അവർ കൊണ്ടുവരുന്നുണ്ട്. ആ ഒരു എക്സ്പൾസിന് വേണ്ടിയിട്ട് ഒരുപാട് പേർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ നല്ല മാറ്റങ്ങൾ സംഭവിച്ചൊരു മോഡലും കൂടിയാണ്. എഞ്ചിൻ്റെ ഔട്ട്പുട്ടിൽ നല്ല വ്യത്യാസം ഉണ്ടാവും. ലോ ആൻഡ് പവറും ലോ ആൻഡ് ടോർക്കും ടോപ്പ് എൻ്റെ വണ്ടിക്ക് കൂടുന്നതായിരിക്കും. പുതിയ എക്സ്പൾസ് ടൂട്ടറിന് വരുമ്പോൾ പഴയ എക്സ്പൾസ് നിർത്തില്ല എന്നാണ് ഇപ്പം അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. 2025 മോഡൽ എക്സ്പൾസ് അവർ അപ്ഡേറ്റ് ചെയ്ത് കൊണ്ടുവരുന്നുണ്ട്, 4V മോഡൽ. അപ്പോൾ അത് വന്നു കഴിഞ്ഞാൽ പഴയ എക്സ്പൾസ് നിർത്താനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ ഹിന്ദി ചാനലൊക്കെ വീഡിയോസൊക്കെ കാണുന്നുണ്ട്. പഴയതും പുതിയതും എങ്ങനെയാണ് അവർ സെയിൽസ് കൊണ്ടുപോകുന്നതെന്ന് അറിയില്ല. അപ്പോൾ പഴയ എക്സ്പൾസ് റേറ്റ് കുറവായിരിക്കും. പുതിയ എക്സ്പൾസ് ടൂട്ടറിന് അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ടാവും.